കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് പിന്നാലെ നടപടി തുടങ്ങി കെ.എസ്.ഇ.ബി. സ്കൂളിന് സമീപത്തെ 3 ഫേസ് കേബിൾ അഴിച്ചുമാറ്റുകയാണ്. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, ഒടുവിൽ മിഥുന്റെ ജീവൻ നൽകേണ്ടി വന്നു ഈ നടപടികളിലേക്ക് പോകാൻ. തീർച്ചയായിട്ടും രുചീഷ്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്നലെ തന്നെ ബാലാവകാശ കമ്മീഷൻ അംഗം ചെയർപേഴ്സൺ മനോജ് കുമാർ പറഞ്ഞത് അടിയന്തരമായി ആ കേബിൾ അവിടെ നിന്നും അഴിച്ചു നീക്കണമെന്നാണ്. എന്നിട്ട് ഈ കേബിൾ അഴിച്ചു നീക്കിയ ശേഷം മാത്രമേ സ്കൂളിൽ ക്ലാസ് തുടങ്ങാൻ അനുവദിക്കുകയുള്ളൂ എന്നും കെ.എസ്.ഇ.ബിക്ക് നിർദ്ദേശം നൽകി. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഇത്തരത്തിൽ കെ.എസ്.ഇ.ബി അധികൃതർ അവിടെ എത്തി കേബിൾ അഴിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഇന്ന് മിഥുന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് മുമ്പിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അതുപോലെ കെ.എസ്.ഇ.ബി ആ നടപടി രാവിലെ നീക്കാനുള്ള നടപടി ഉപേക്ഷിച്ച ഇപ്പോൾ മിഥുന്റെ മൃതദേഹം സംസ്കരിച്ച ശേഷം ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ സ്കൂളിന് മുകളിലേക്ക് പോകുന്ന 3 ഫേസ് ലൈനാണ് അവർ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഇത് ഇന്ന് അഴിച്ചു മാറ്റി മറ്റൊരു ഭാഗത്ത് സ്കൂളിന്റെ അല്ലാതെ മറ്റൊരു ഭാഗത്തുകൂടി കടത്തിവിടാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രുചി.